വീണ്ടും സ്വാഗതം. ഇനി മാനന്തവാടിയിൽ നിന്നുള്ള ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. മാനന്തവാടിയിൽ DFOയുടെ പ്രതികരണം തടഞ്ഞിരിക്കുകയാണ് പോലീസ്. ഇന്നത്തെ നടപടികൾ വിശദീകരിക്കുന്നതിനിടെയാണ് പോലീസ് പ്രതികരണം തടസ്സപ്പെടുത്തിയത്. മാനന്തവാടി SHO അഗസ്റ്റിനാണ് പ്രതികരണം തടസ്സപ്പെടുത്തിയത്. അനീസ് അലി വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അനീസ് അലി, എന്താണ് DFOയുടെ മാധ്യമങ്ങളോടുള്ള പ്രതികരണം തടസ്സപ്പെടുത്താനുള്ള കാരണം? അനീസ് അലിയിലേക്ക് വരാം. എന്തായാലും ഈ കടുവയെ പിടിക്കുന്നതുമായി ബന്ധപ്പെട്ട മാനന്തവാടിയിൽ വലിയ ദൗത്യം തുടരുകയാണ്. ഒപ്പം തന്നെ വനം വകുപ്പിൻ്റെയൊക്കെ വലിയ സംഘം അവിടെ RRT സംഘമൊക്കെ ക്യാമ്പ് ചെയ്യുന്നതിനിടയിലാണ് DFO കൂടെ അവിടെ എത്തിയിരിക്കുന്നത്. കാരണം കടുവയെ എത്രയും പെട്ടെന്ന് കണ്ടെത്താനുള്ള വലിയ പരിശോധനകൾ, ഡ്രോണുകളൊക്കെ ഉപയോഗിച്ചുള്ള പരിശോധനകളൊക്കെ അവിടെ തുടരുന്നുണ്ട്. അതിനിടെ ഇന്നലെ വൈകിട്ടും കടുവ സാന്നിധ്യം പലയിടങ്ങളിൽ കണ്ടതായി, വൈകിട്ടൊക്കെ ഒരാൾ കടുവയെ കണ്ടതായുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ പ്രദേശമാകെ ഭീതിയിൽ കഴിയുന്ന ഒരവസ്ഥ കൂടിയുണ്ട്. എത്രയും പെട്ടെന്ന് ആ കടുവയെ കണ്ടെത്തുക, പിടികൂടുക എന്നുള്ളത് തന്നെയാണ് അവിടെ ഏറ്റവും പ്രാഥമികമായി ചെയ്യേണ്ട ദൗത്യം. ഇതിനിടയിലാണ് ഇപ്പോൾ DFOയെ തടഞ്ഞ ഒരു സംഭവം കൂടി ഉണ്ടായിരിക്കുന്നത്. അനീസ് അലി വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അനീസ് അലി, എന്തുകൊണ്ടാണ് DFOയെ പോലീസ് തടഞ്ഞത്? തടയാനുണ്ടായ സാഹചര്യം എന്താണ്? അനീസ് അലി, കേൾക്കാമോ? അനീസ് അലിയിലേക്ക് തിരിച്ചു വരാം. മാനന്തവാടിയിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്ന DFOയെ തടഞ്ഞിരിക്കുകയാണ് പോലീസ് എന്നുള്ള വിവരങ്ങളാണ് നൽകുന്നത്. പോലീസും ഒപ്പം തന്നെ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുമൊക്കെ അവിടെ ക്യാമ്പ് ചെയ്ത് കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. നരഭോജി കടുവയെ പിടികൂടാനുള്ള ശ്രമങ്ങൾ അവിടെ തുടരുകയാണ്. അതിനെ കൂടുവെച്ച് കെണിവെച്ച് പിടികൂടാനുള്ള പരമാവധി സാധ്യതകളാണ് ആദ്യഘട്ടത്തിൽ നോക്കുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ DFOയെ തടഞ്ഞു എന്നുള്ള വാർത്ത കൂടി വരുന്നത്. അനീസ് അലി ചേരുന്നു. അനീസ് അലി, ഏത് സാഹചര്യത്തിലാണ് DFOയെ പോലീസ് തടഞ്ഞത്? ഇന്ന് മാധ്യമങ്ങളോട് സംസാരിക്കാൻ നിൽക്കുന്നതിനിടയിലാണ് DFO മാർട്ടിൻ ലോവൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തരമൊരു നടപടി ഉണ്ടായത്. അദ്ദേഹത്തെ ഒരല്പം ബലം പ്രയോഗിക്കുന്ന രീതിയിൽ തന്നെയാണ് പോലീസ് അവിടെ നിന്ന് മാറ്റുന്നത്. അതിനുശേഷം മാറ്റി നിർത്തിയതിനു ശേഷം അദ്ദേഹവുമായി സംസാരിക്കുന്നു. പിന്നീട് തിരിച്ചു വന്ന് മാധ്യമങ്ങളോട് ഇനി ഇവിടെ നിന്ന് ലൈവ് കൊടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് മാറ്റുകയാണ് ചെയ്യുന്നത്. എന്തായാലും മാനന്തവാടി SHO അഗസ്റ്റിനാണ് ഇത്തരത്തിൽ ഒരു പ്രതികരണം നടത്തിയിട്ടുള്ളത്. ആ പ്രദേശത്ത് മാധ്യമങ്ങൾ നിൽക്കരുത് എന്നറിയിക്കുകയും മാധ്യമങ്ങളോട് സംസാരിക്കുന്ന വനം വകുപ്പിൻ്റെ ആ പ്രദേശത്തെ ഏറ്റവും ഉന്നതാധികാരിയായിട്ടുള്ള DFO, നോർത്ത് വയനാട് DFO മാർട്ടിൻ ലോവലിനെ അവിടെ നിന്ന് ഒരല്പം ബലം പ്രയോഗിച്ചുകൊണ്ട് തന്നെ മാറ്റുകയുമാണ് ചെയ്തിട്ടുള്ളത്. എന്താണ് കൃത്യമായ ഒരു കാരണങ്ങൾ പോലീസ് ആ ഘട്ടത്തിൽ വിശദീകരിച്ചിട്ടില്ല എന്നതുകൂടി ശ്രദ്ധിക്കേണ്ടതാണ്. ഏതായാലും വലിയ വൈകാരികമായ ഒരു അന്തരീക്ഷമാണ് പ്രദേശത്ത് നിലനിൽക്കുന്നത്. ഒരാളുടെ ജീവൻ നഷ്ടമായിരിക്കുന്നു. അത് സംബന്ധമായി ഇപ്പോൾ കടുവയ്ക്കായുള്ള ഓപ്പറേഷൻ എങ്ങനെ പുരോഗമിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം വിശദീകരിക്കാൻ നിൽക്കുന്നതിനിടയിലാണ് ഈ DFOയെ ഇത്തരത്തിൽ മാറ്റിയിട്ടുള്ളത്. വനം വകുപ്പും നാട്ടുകാരും തമ്മിൽ എന്തെങ്കിലും തരത്തിൽ ഒരു അകൽച്ചയുണ്ടെങ്കിൽ അതില്ലാതാക്കുക എന്നത് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളിലൂടെയാണ് സംഭവിക്കാറുള്ളത്. ആളുകളുടെ സംശയങ്ങൾ ദൂരീകരിക്കുക, അവരെ വിശ്വാസത്തിലെടുക്കുക, അവരുടെ കൂടെ നിൽക്കുക, അവരുടെ ആശങ്കകൾക്കൊപ്പം തങ്ങളും നിൽക്കുന്നുണ്ട് എന്നവരെ ബോധ്യപ്പെടുത്തുക എന്നതെല്ലാം ഇത്തരം നിർണായകമായ ഒരു ഘട്ടത്തിൽ ചെയ്യേണ്ടതാണ്. അത് മാധ്യമങ്ങൾ വഴിയാണ് ജനങ്ങളിലേക്ക് എത്താറുള്ളത്. മാധ്യമങ്ങൾക്ക് ആ സംഭവങ്ങൾ വിശദീകരിക്കുകയും എന്തൊക്കെയാണ് ഇന്നത്തെ നടപടികൾ, കഴിഞ്ഞ് എന്തൊക്കെയാണ് വനംവകുപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇന്ന് ഓപ്പറേഷൻ എങ്ങനെയാണ് പോകുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം വിശദീകരിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് പോലീസ് ബലം പ്രയോഗിച്ച് അവിടെ നിന്ന് അദ്ദേഹത്തെ മാറ്റുന്നത്, മാധ്യമങ്ങളോട് താഴേക്ക് ഇറങ്ങണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നത്. ഈ മാനന്തവാടി ദൗത്യം മുന്നോട്ട് പോകുന്നതിനിടയിലാണ് DFO മാധ്യമങ്ങളെ കണ്ട് ഇന്നത്തെ ദൗത്യത്തിന്റെ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്ന ഒരു സമയത്താണ് മാനന്തവാടി SHO അഗസ്റ്റിൻ അദ്ദേഹത്തെ തടഞ്ഞ് ഒരല്പം ബലം പ്രയോഗിച്ചുകൊണ്ട് തടഞ്ഞ് അദ്ദേഹത്തെ മാറ്റുന്നതും തുടർന്ന് മാധ്യമങ്ങളോട് അവിടെ നിന്ന് മാറി നിൽക്കാൻ ആവശ്യപ്പെടുന്നതും. അതിൻ്റെ ഒരു കൃത്യമായ കാരണം എന്താണ് എന്നുള്ള ഒരു സ്ഥിരീകരണം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. പക്ഷേ അനീസ് അലി പറഞ്ഞതുപോലെ തന്നെ ഇന്നത്തെ നടപടികൾ എന്താണ് എന്നറിയിക്കുക, ജനങ്ങളും ഒപ്പം തന്നെ വനംവകുപ്പും തമ്മിലുള്ള ചില തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പുകൾ, അല്ലെങ്കിൽ അവർക്ക് വനംവകുപ്പ് ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള പരാതികളൊക്കെ ഉണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ തീർക്കുക ഇത്തരം കമ്മ്യൂണിക്കേഷനിലൂടെയാണ്. അതിനൊക്കെ ഒരു അവസരം DFOയ്ക്ക് നൽകാതിരിക്കുകയാണ് ഇപ്പോൾ പോലീസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ കാരണങ്ങൾ എന്താണ് എന്നുകൂടിയാണ് നമുക്ക് വരും മണിക്കൂറുകളിൽ വ്യക്തമാകേണ്ടത്. അനീസ് അലിയാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.